ഹലോ ഓൾ വെൽക്കം ടു പി കെ ലേണിംഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് SCERTയുടെ അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് റിഫോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. PSCയുടെ പ്രീവിയസ് ടെസ്റ്റുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി ഇപ്പോൾ PSC നടത്തുന്ന എക്സാമുകളിലൊക്കെ SCERTയുടെ റെലവൻസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന എക്സാമൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും SCERT കണ്ടന്റുകളൊക്കെ എസ്പെഷ്യലി ഇക്കണോമിക്സിൻ്റെ കണ്ടന്റുകളൊക്കെ അതേപടി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ SCERTയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി SCERTയുടെ കണ്ടന്റ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇക്കണോമിക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലകളിൽ ഒന്നാണ്, സ്ഥിരം ചോദിക്കുന്ന മേഖലകളിൽ ഒന്നാണ് ഈ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അതായത് എന്തായിരുന്നു നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, അതിൻ്റെ സിറ്റുവേഷൻ, അത് എന്തുകൊണ്ടാണ് വരാനുള്ള സാഹചര്യം ഉണ്ടായത്, ആ ഒരു പരിഷ്കാരങ്ങൾ നടത്താനുണ്ടായ സാഹചര്യം എന്താണ്, ഇന്ത്യയുടെ ഒരു ഇക്കണോമിക് പോളിസിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വേറൊരു മാറ്റമായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി ഇന്ത്യയുടെ ഒരു പോളിസി ചേഞ്ച് ആയിരുന്നു നവസാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ വന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് PV നരസിംഹറാവുവിൻ്റെ കാലത്താണ്. 1991 നവസാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള രണ്ട് പേഴ്സൺസ് ആണ്, ഒന്ന് PV നരസിംഹറാവുവും കൂടാതെ ഡോക്ടർ മൻമോഹൻ സിംഗ്. നരസിംഹറാവു ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി, കൂടാതെ മൻമോഹൻ സിംഗ് ആയിരുന്നു അന്നത്തെ ധനമന്ത്രി. അപ്പോൾ ഈ ധനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് ആണ് ഇത് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. അദ്ദേഹം ഇക്കണോമിക് സയൻസിൽ ബിരുദാനന്തര ബിരുദമൊക്കെ ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പ്രധാനമായിട്ട് ഈ നയങ്ങളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയാണ് എന്ന് പറയുന്നത് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പിതാവായിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ നയങ്ങൾ തുടങ്ങുന്നത് 1991 അറിയാം. ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 24. 1991 ജൂലൈ 24 ഈ പ്രധാനമായിട്ടും ഈ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ തുടക്കം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ നവസാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൂടി അറിഞ്ഞിരിക്കുക. ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് അല്ല. 1960 മുതൽ ഇന്ത്യ ഒരു ചേഞ്ച് വരുത്താനായിട്ട്, ഇപ്പോൾ ചൈനയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഡെൻ ഷിയാവോപിങ് എന്ന് പറയുന്ന നേതാവ് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ചൈനയുടെ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന പോളിസിയിൽ ഒരു ചേഞ്ച് വരുത്തി കുറച്ചൊക്കെ മാർക്കറ്റ് തുറന്നു കൊടുത്തതിന് ശേഷമാണ് ചൈന വളരെയധികം ഇക്കണോമിക്കലായിട്ട് ഡെവലപ്ഡ് ആവുന്നത്. അവരുടെ ആ ഇക്കണോമിക് പോളിസിയിൽ ഉണ്ടാക്കിയ ചേഞ്ച് കൊണ്ടാണ്. ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു നയങ്ങൾ നടപ്പിലാക്കാൻ 60 മുതൽ ശ്രമിച്ചിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ടൈം പീരീഡ്, ആ ഒരു ടൈം പീരീഡ് മുതൽ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് 80കളിലാണ് വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള പല സിറ്റുവേഷൻസും ഉണ്ടാകുന്നത്. ഈ സിറ്റുവേഷൻസ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്റ്റേജിൽ നിർബന്ധമായിട്ടും ഈ ഒരു മാറ്റത്തിലേക്ക് കടക്കണം എന്നൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നയിച്ചിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഉയർന്ന ധനകമ്മിയും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഉണ്ടായ കുറവും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി അഥവാ ബാലൻസ് ഓഫ് പേയ്മെന്റ്. നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് ആണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സർക്കാർ കാര്യം അല്ലെങ്കിൽ സർക്കാർ ഓഫീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില പിക്ചേഴ്സ് ഉണ്ടാവും. അതായത് വളരെയധികം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തോടുള്ള ഒരു കൂറൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് റെഗുലറായിട്ട് സാലറി കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ ആ ഓഫീസിൽ ചെയ്യുന്ന വർക്കിനനുസരിച്ചല്ല കൊടുക്കുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടാകുന്നത് പോലത്തെ ടാർഗറ്റുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലാത്തതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി കുറവുണ്ടാകുന്നു അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി കുറവുണ്ടാകുന്നു എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ആ ഒരു ക്രൈസിസിനെ മറികടക്കാൻ ഇപ്പം ഇന്നൊക്കെ ആണെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കടന്നിട്ടുണ്ട്, ഡിജിറ്റൽ വേർഷനിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നൊരു നിർബന്ധം ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ പിന്നെ ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പേപ്പർ വർക്കുകളൊക്കെ ഒരുപാട് പെൻഡിങ് കിടക്കുന്നു, റെഡ് ടേപ്പിസം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത എപ്പോഴും കുറവായിരുന്നു. ആ ഒരു കാര്യത്തിന് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ഈ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ലോക കമ്പോളത്തിൽ വന്ന മാറ്റങ്ങളും സ്വതന്ത്ര വിപണിക്ക് അനുകൂലമായ വാദഗതികളും. അന്നത്തെ ഒരു ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ കൺട്രീസും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയമാണ്. ബയലാറ്ററൽ ട്രേഡുകളിലും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സിലേക്കൊക്കെ ഇവർ ഏർപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഈ പറയുന്നതുപോലെ മാർക്കറ്റിലേക്ക് ഇറങ്ങാനും ബാക്കിയുള്ള കൺട്രീസായിട്ട് ട്രേഡിങ് നടത്താനൊക്കെ ആയിട്ടുള്ള ഒരു വിൻഡോ ആയിരുന്നു ഈ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. അതുവരെ ഒരു ക്ലോസ്ഡ് ഇക്കോണമി പോലെ ഒരു 8ാം സാമ്പത്തിക പഞ്ചവത്സര പദ്ധതി കാലത്ത് വരെ പ്രധാനമായിട്ടും നമ്മളൊരു ക്ലോസ്ഡ് ഇക്കോണമി ആയിട്ടായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ അതിന് പകരം ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുന്ന സമയത്ത് ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പ്രധാനമായിട്ടും ശ്രമിച്ചിരുന്നു.
അപ്പോൾ അത്തരത്തിൽ പ്രധാനമായിട്ടുള്ള റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്, രണ്ട് പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവ്, ലോക കമ്പോളത്തിൽ വന്നൊരു മാറ്റം, കൂടുതൽ രാജ്യങ്ങളെല്ലാം സ്വതന്ത്ര വിപണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ 1990കളിലെ ഗൾഫ് യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി, വ്യവസായവൽക്കരണത്തിലൂടെയും ഉദാരവൽക്കരണത്തിലൂടെയും പൂർവേഷ്യൻ രാജ്യങ്ങൾക്കുണ്ടായ സാമ്പത്തിക വളർച്ച, കൂടാതെ ലോക ബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. കുറച്ചും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, റീസൺസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് 80കളുടെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വലിയൊരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് നേരിടേണ്ടി വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതലായിട്ട് 80കളുടെ അവസാന കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി കൂടി മരിക്കുമ്പോൾ അതിനുശേഷം വന്ന ഗവൺമെൻറ്റുകൾക്കൊന്നും സ്റ്റേബിളായിട്ട് നിൽക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു ഗാന്ധി നെഹ്റു ഫാമിലി, ആ ഒരു ഫാമിലിയുടെ ലീനിയേജ് വഴി നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം രാജീവ് ഗാന്ധി വരുന്നു. രാജീവ് ഗാന്ധിക്ക് ശേഷം പിന്നീട് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ പല നേതാക്കന്മാർ, ഇപ്പോൾ VP സിംഗിനെ പോലുള്ള ആളുകൾ വന്നു, അതിനുശേഷം ചന്ദ്രശേഖർ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ വരുമ്പോൾ അവർക്കൊന്നും ആ ഒരു ഗവൺമെൻറ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒടുക്കം അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ പറയുന്ന ധനമന്ത്രി മൻമോഹൻ സിംഗ് ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയൊരു ഗവൺമെൻറ് ചുമതലയേക്കാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ട്. അപ്പോൾ ഈ നരസിംഹറാവു വന്നതിന് ശേഷം അപ്പോഴും ഒരു തൂക്ക് സഭയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഒന്നും അവർക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഘടകകക്ഷികളോട് ചേർന്ന് ഒരു തൂക്ക് സഭയായിരുന്നു, ഒരു തൂക്ക് ഗവൺമെൻറ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരു കോലീഷൻ ഗവൺമെൻറ് ആയിരുന്നു പ്രധാനമായിട്ട് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ, അതായത് അന്നത്തെ എമർജൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസിന് ശേഷം വലിയ രീതിയിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യത്യാസങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇന്ത്യക്ക് വേറെ രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ കൊടുക്കാനായിട്ട് കൈവശം പണം ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അവർ പറയുന്ന പോളിസികൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ഘടകകക്ഷികൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഇത്തരത്തിലൊരു മാറ്റം വേണമെന്ന നിർബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഗവൺമെൻറ്, പുതിയതായിട്ട് വന്ന ഗവൺമെൻറ് നിർബന്ധമായിട്ടും ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നു. അവർക്കൊരു പ്രഷർ വരികയാണ് ആ ഒരു സമയത്ത്. ഇതിനെല്ലാം പുറമെ വേൾഡ് ബാങ്കിൽ നിന്നും ഇപ്പോൾ നമുക്ക് ഓൾറെഡി പൈസ ഇല്ല, അതായത് ട്രേഡ് നടത്തണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഡോളറുകൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സമീപിച്ചിരുന്നത് IMF പോലുള്ള സംഘടനകളായിരുന്നു. ഈ സംഘടനകളും അവർ പറയുന്നത്, ഇപ്പോൾ IMF വേൾഡ് ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഗ്ലോബലൈസേഷനാണ്. അപ്പോൾ വേൾഡ് ഒരൊറ്റ മാർക്കറ്റായിട്ട് പ്രവർത്തിക്കണം എന്നാണ് അവരുടെ ഒരു മോട്ടീവ്. അപ്പോൾ ഏത് തരത്തിൽ സഹായങ്ങൾ കൊടുക്കണമെങ്കിലും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു സിറ്റുവേഷൻ കൊണ്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു പ്രഷർ വന്നു. വേൾഡ് ബാങ്ക് ആണെങ്കിലും IMF ആണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ, മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതും ഇതിനൊരു പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, അതുകൊണ്ടാണ് ഇവിടെ അത് ഫസ്റ്റ് മേജറായിട്ട് പറയാത്തത്. പിന്നെ പ്രധാനമായിട്ട് വന്നൊരു കാര്യമായിരുന്നു ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത്. 1990കളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ടും ഗൾഫ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇറാൻ, ഇറാഖ് പോലുള്ള മേഖലകളിലും ഇത് ഓരോ പ്രദേശത്തും യുദ്ധങ്ങൾ ഭയങ്കര അധികം കോർ എലമെൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്നാണ് നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ യുദ്ധം സൃഷ്ടിച്ച സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ പണപ്പെരുപ്പം ഉണ്ടാവുകയാണ്. ഈ പണപ്പെരുപ്പം മൂലം ഇമ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റ് വളരെയധികം കൂടി. ഇപ്പോൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ എന്താ പറയുക, ഗ്ലോബൽ ഒരു ഹോൾ ഇക്കോണമി തന്നെ വലിയൊരു പാർട്ട് വഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില കൂടുമ്പോഴാണ് ബാക്കിയുള്ള സാധനങ്ങളിലേക്ക് മുഴുവൻ ഈ വിലയുടെ ഒരു സിസ്റ്റം മുഴുവൻ കംപ്ലീറ്റ്ലി ബാധിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തിരി കൊളുത്ത് വിട്ട പടക്കം പോലെ മുഴുവനായിട്ടും എന്ത് ചെയ്യുന്നു, എല്ലായിടത്തും വിലക്കയറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പ്രധാനമായിട്ടും ഗൾഫ് യുദ്ധവും ഇന്ത്യയിൽ ഇമ്പാക്ട് ചെയ്യുന്ന ആ ഒരു റീസൺ കൊണ്ടാണ്. കൂടാതെ നമ്മുടെ സമീപ രാജ്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഒരു പോളിസി സ്വീകരിച്ചതിന് ശേഷം ഡെവലപ്ഡ് ആവുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ചൈന മുതൽ പിന്നീട് അങ്ങോട്ട് പൂർവേഷ്യൻ രാജ്യങ്ങൾ വരെ പ്രധാനമായിട്ടും ഒരു വ്യാവസായികവൽക്കരണത്തിലൂടെയൊക്കെ നയം രൂപീകരിക്കുന്നു, അവരവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ടാക്കുന്നു, മാർക്കറ്റ് തുറന്നു കൊടുത്തതിന് ശേഷം ഇവരെല്ലാം ഒരു ഡെവലപ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു പ്രഷർ സിറ്റുവേഷൻ ആയിട്ട് വരുന്നു. ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളും നിർബന്ധിക്കുകയാണ് ഇത്തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏറ്റവും അവസാനം ഇതിന് വേണ്ടിയിട്ട് പോളിസി രൂപീകരിക്കാനായിട്ട് മൻമോഹൻ സിംഗ് തയ്യാറെടുക്കുകയാണ്. ധനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു വേൾഡ് റിനോൺഡ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു, RBI ഗവർണർ ആയിരുന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന്, നരസിംഹറാവും മൻമോഹൻ സിംഗും ചേർന്ന് ഇത്തരത്തിലൊരു നയം രൂപീകരിക്കുകയാണ്. അങ്ങനെയാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലേക്ക് തുടങ്ങി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ എന്താണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ വാക്കം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒരു റീസൺ ആയിരുന്നു. കൂടാതെ ഗൾഫ് യുദ്ധം ഒരു റീസൺ ആയിരുന്നു. കൂടാതെ നമ്മുടെ ചുറ്റിനുള്ള രാജ്യങ്ങളെല്ലാം ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും IMF വേൾഡ് ബാങ്ക് നമുക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് തരണമെങ്കിൽ, പൈസ തരണമെങ്കിൽ കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചിരുന്നു. ആ കണ്ടീഷൻസ് ആയിരുന്നു പ്രധാനമായിട്ടും ഇതിലേക്ക് നയിച്ച ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി ഇതിനെല്ലാം പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് തന്നെയാണ്.
എന്താണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെയാണ് BOP കണ്ടെത്തുന്നത്. അപ്പോൾ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെയാണ് നമ്മൾ BOP കണ്ടെത്തുന്നത് എന്ന കാര്യം ഓർക്കുക. ഒരു രാജ്യത്തിന്റെ ബാഹ്യബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക കയറ്റുമതി നിലവാര സൂചകം കൂടിയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, കയറ്റുമതിയും ചെയ്യുന്നുണ്ട്, ഇറക്കുമതിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വരുന്ന സമയത്തും ആലോചിക്കുക, നെറ്റ് എക്സ്പോർട്ടർ ആണോ നെറ്റ് ഇമ്പോർട്ടർ ആണോ എന്നുള്ളൊരു കാര്യം അവിടെ റെലവൻ്റ് ആണ്. ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ കൂടുതലായിട്ടും കാര്യങ്ങൾ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ഒരു നെറ്റ് എക്സ്പോർട്ടർ അല്ല, നെറ്റ് ഇമ്പോർട്ടർ ആണ് ഇന്ത്യ. ഇന്ത്യ ഇവിടുന്ന് 100 കോടി രൂപയുടെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ 150 കോടി രൂപയുടെ സാധനങ്ങളായിരിക്കും ചിലപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്. കൂടുതൽ ആവശ്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആ ഒരു നയത്തിൽ നിന്നൊക്കെ മാറ്റം വരുത്താനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 7-8 പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ പ്രധാനമായിട്ടും സ്വാശ്രയത്വം നേടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ഈ പറഞ്ഞ നെറ്റ് എക്സ്പോർട്ടർ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്താനായിട്ട് പ്രധാനമായിട്ടും പറ്റിയിരുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും ആത്മനിർഭർ ഭാരത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ആത്മനിർഭർ ഭാരത് കൊണ്ട് ഉദ്ദേശിക്കുന്നതും എല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുക, പരമാവധി എക്സ്പോർട്ട് എന്ന് പറയുന്ന സാധനം പ്രൊമോട്ട് ചെയ്യുക, ഇമ്പോർട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യത്യാസം, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കറൻസികളൊക്കെ നമ്മൾ കൂടുതൽ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കറൻസികൾ ഇങ്ങോട്ട് കിട്ടും. അതേസമയം നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങോട്ടാണ് വരുത്തുന്നതെങ്കിൽ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ കാശ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പണം തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിസർവ് ഉണ്ടാവും. അപ്പോൾ ഗ്ലോബലായിട്ട് അംഗീകരിക്കപ്പെട്ട പല ടൈപ്പ് ഓഫ് കറൻസീസ് ഉണ്ടാവും. ആ സമയത്തൊക്കെ പ്രധാനമായിട്ടും ഡോളറായിരുന്നു. എന്നൊക്കെ ഡോളർ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസിലും. പക്ഷേ ഡോളർ വളരെയധികം പ്രൊമിനൻ്റ് ആയിട്ടിരുന്ന ഒരു സമയത്താണ് 90s എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡിനൊക്കെ ഭൂരിഭാഗം രാജ്യങ്ങളുമായിട്ടും പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഡോളർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഡോളർ വെച്ച് കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ മുഴുവൻ സാധനങ്ങളും ഇങ്ങോട്ട് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഡോളർ തീരുകയാണെന്ന് മനസ്സിലാക്കുക. ഗൾഫ് യുദ്ധങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു പ്രതീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ കൂടുതലായിട്ട് വരുത്തുമ്പോൾ അതിൻ്റെ പ്രൈസ് സ്കൈ റോക്കറ്റ് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഡോളർ കൊടുത്തുകൊണ്ടിരുന്നേ പറ്റൂ. അങ്ങനെ പോയി അവസാനം ഒരു 2 ആഴ്ചത്തേക്ക് മാത്രമുള്ള ഡോളർ മാത്രമേ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ളൊരു മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അന്നത്തെ കറൻസിയിൽ എന്താണ് കുറവുണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മറ്റൊരുത്തിൽ നിന്നും കടമെടുക്കേണ്ടി വന്നു, IMF നിന്ന് കടമെടുക്കേണ്ടി വന്നു. അങ്ങനെ കടമെടുത്ത സമയത്ത് അവർ ഫോഴ്സ് ചെയ്ത് എന്ത് ചെയ്തു, നമ്മൾ ഈ മാറ്റത്തിലേക്ക് തയ്യാറെടുത്തു. അപ്പോൾ അതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ പരിഷ്കരണങ്ങളുടെ പ്രധാന ലക്ഷ്യം, അപ്പോൾ നമ്മൾ എന്താണ് ക്രൈസിസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് റിഫോംസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ബാക്കി ഓപ്പൺ ഒരു 8ാമത്തെ പഞ്ചവത്സര പദ്ധതി വരെ നമ്മൾ നടപ്പിലാക്കിയിരുന്ന ആ ഒരു ക്ലോസ്ഡ് ഇക്കോണമി സിസ്റ്റം മാറ്റിയിട്ട് നമ്മുടെ സിസ്റ്റം ഓപ്പൺ ആക്കി പുറത്തേക്ക് കൊടുക്കുക എന്നായിരുന്നു. സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ മാറ്റി കൊടുക്കുക. ഇന്ത്യയിൽ കമ്പനികൾക്ക് വളരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും ലൈസൻസ് രാജ് എന്ന് പറയാറുണ്ട്. എന്താണ് ലൈസൻസ് രാജ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കമ്പനി തുടങ്ങണമെങ്കിൽ, നമ്മളിപ്പോൾ മിഥുനം സിനിമ കണ്ടിട്ടുണ്ടാവും. എന്താണ് ആ സിനിമയുടെ പ്രത്യേകത? ഒരാളൊരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണ്, ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമയം എടുക്കുകയാണ്. അവസാനം അയാൾക്ക് ആ കമ്പനി തുടങ്ങാൻ പറ്റാതെ പോകുന്ന സാഹചര്യം വരെ എത്തുന്നു. അപ്പോൾ അത്രയധികം ടൈറ്റ് റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനാണ് നമ്മൾ ജനറലി ലൈസൻസ് രാജ് എന്ന് പറയുന്നത്. ഒരു കമ്പനി നമുക്ക് സ്വകാര്യമായിട്ട് തുടങ്ങണമെങ്കിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിസ്റ്റത്തിന് ജനറലി നമ്മൾ ലൈസൻസ് രാജ് എന്ന് പറയും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഓരോ കമ്പനികൾക്ക് വളരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതായിരുന്നു. വിവിധ മേഖലകളിലെ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. അപ്പോൾ ഓരോ മേഖലകളിലും ഗവൺമെന്റ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല, അത് റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു 1 കോടിയോ 10 കോടിയോ ഒക്കെ ഉള്ള നമുക്കൊരു കമ്പനി തുടങ്ങാണ്. അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ അത് വലിയ റിസ്ക് ഉള്ള കാര്യമില്ല. നമുക്കൊരു 1 മിനിറ്റ് 2 മിനിറ്റ് ഓൺലൈൻ വിൻഡോ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കമ്പനി റൺ ചെയ്യാനും അനുമതി മേടിക്കാനൊക്കെ ആയിട്ട് പറ്റും ഇന്നത്തെ സിസ്റ്റത്തിൽ. അത് കൂടുതലായിട്ട് ഈ മാർക്കറ്റ് തുറന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു കമ്പനി തുടങ്ങുന്നത്, നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഇതിന് ഒരുപാട് ചില ഏരിയാസ് ഒന്നും ചില മേഖലകൾക്ക് തുറന്ന് കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. ഗവൺമെൻറ് മാത്രം കൈയടക്കി വെക്കുന്നു, അല്ലെങ്കിൽ ചില മേഖലകൾ മറ്റ് ചില സെക്ടേഴ്സിന് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതൊന്നും മറ്റാർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. നമുക്ക് ഈ ഒരു മേഖലയിൽ തുടങ്ങാൻ കഴിയില്ല, ഇവിടെ തുടങ്ങണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നതായിരുന്നു ഒന്ന്.
വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക. ഇതുപോലെ ക്ലോസ്ഡ് ഇക്കോണമി, ഇന്ത്യയിൽ മാത്രം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിലല്ല, മറ്റൊരു രാജ്യത്തു നിന്നുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യണമെങ്കിലും ഈ റെസ്ട്രിക്ഷൻസ് ഫോളോ അപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ തീരുവ കൂട്ടുകയോ അത്തരത്തിലുള്ള ഒരുപാട് ഇന്ത്യയിലുള്ള മാർക്കറ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ മറ്റൊരു കമ്പനിക്ക് ഇവിടെ വന്ന് കച്ചവടം നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ നീക്കം ചെയ്യുക എന്നത് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. ഈ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ സവിശേഷതകളെ പൊതുവെ LPG റിഫോംസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന ചുരുക്കപ്പേരിൽ ഇത് അറിയപ്പെടുന്നു. അപ്പോൾ ഇതിനെ ജനറലി നമ്മൾ വിളിക്കുന്ന പേരാണ് LPG റിഫോംസ്, അല്ലെങ്കിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് LPG റിഫോംസ് എന്ന പേരിലാണ്. LPG എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ മൂന്നും നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് 2 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഒന്ന് സുസ്ഥിരമാക്കൽ നടപടികൾ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് ടൈം മെഷറും ഉണ്ട്. കൂടാതെ ലോങ് ടൈമിലേക്ക് നമ്മൾ ചെയ്യുന്ന സ്ട്രക്ചറൽ റിഫോംസ് അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങളുണ്ട്. ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ക്രൈസിസ് ഉണ്ടായി, ഈ ക്രൈസിസ് മറികടക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ട് ടൈമിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളും ലോങ് ടൈമിലേക്ക് വിഷനായിട്ട് ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്ട്രക്ചറൽ റിഫോംസ് നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഈ സുസ്ഥിരമാക്കൽ നടപടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഹ്രസ്വകാല നടപടിയാണ്. അതായത് ഒരു ഷോർട്ട് ടൈമിലേക്ക് ചെയ്യുന്ന കാര്യമാണ്. അടവശിഷ്ടം അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിനുമാണ് പ്രധാനമായിട്ടും ഈ ഒരു നടപടികൾ ലക്ഷ്യം വെച്ചത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഓയിലിന്റെ ക്രൈസിസ് കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് വെച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പെട്ടെന്നുണ്ടായ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കാരണം എല്ലാ വസ്തുക്കളുടെയും വില കൂടി. ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. കൂടാതെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് പരിഹരിക്കണം. പെട്ടെന്ന് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. കച്ചവടം ചെയ്യണമെങ്കിലും സാധനങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസയുടെ ആവശ്യം വന്നു. ആ ഒരു ക്രൈസിസ് പരിഹരിക്കുക, കൂടാതെ പണപ്പെരുപ്പം നിയന്ത്രിക്കുക. ഇതായിരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ആവശ്യമായ വിദേശ നാണ്യശേഖരം നിലനിർത്തുക. അപ്പോൾ നമുക്ക് ഇനി ഒരു കച്ചവടം മുന്നോട്ട് ചെയ്യണമെങ്കിലും ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് പരിഹരിക്കുന്നത് മാത്രമല്ല, ഇനി നമുക്ക് മുന്നോട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ആവശ്യമായ വിദേശ നാണ്യശേഖരം നമുക്ക് വേണം. കച്ചവടം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിദേശ നാണ്യശേഖരം വേണം. വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു? ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രേഡ് ചെയ്യാൻ വേണ്ട കറൻസികൾ, നമുക്ക് ഫോറിൻ കറൻസികൾ നമുക്ക് വേണം. കൂടാതെ പണപ്പെരുപ്പം നമ്മൾ നിയന്ത്രിക്കുകയും വേണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഘടനാപരമായ പരിഷ്കാരങ്ങളാണ്. അതായത് ദീർഘകാല നടപടികളാണ്. സ്ട്രക്ചറൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, അതൊരു ലോങ് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിൽ തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെ ഇതുകൊണ്ട് ലക്ഷ്യമിട്ടത്. അപ്പോൾ സ്ട്രക്ചറലി നമ്മൾ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാപിറ്റൽ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ മുഴുവനായിട്ട് മാറ്റം കൊണ്ടുവരിക. ഇതൊരു ദീർഘകാല നടപടിയാണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, കൂടാതെ വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത, ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആവാൻ പറ്റുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ലക്ഷ്യമിട്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് തുടങ്ങി വെച്ച വിവിധ നയങ്ങളായിരുന്നു LPG റിഫോംസ് എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നത്. എന്തൊക്കെയാണ്? LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്നീ 3 നയങ്ങളാണ് പ്രധാനമായിട്ടും ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇതെന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്താണ് ഉദാരവൽക്കരണം. ഉദാരവൽക്കരിക്കുക, പേര് തന്നെയുണ്ട്, ഉദാരവൽക്കരിക്കുക. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ കൂടുതൽ സ്വതന്ത്രമാക്കുന്ന നയപരമായ മാറ്റമാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഒരു പോളിസി ചേഞ്ച് എടുക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പോളിസിയിൽ ഒരു ചേഞ്ച് എടുക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വികസനത്തെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. സമ്പദ് വ്യവസ്ഥ കംപ്ലീറ്റ്ലി എന്താണ്? ഇക്കണോമിക് സിസ്റ്റത്തിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യം ഉണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുക. ഓരോ മേഖലകളിലും ഓരോ കമ്പനികൾക്കൊക്കെ നമ്മൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ആ റെസ്ട്രിക്ഷനിൽ എന്താണ്? അയവ് കൊണ്ടുവരിക. അങ്ങനെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സ്വതന്ത്രമാക്കുക. അതാണ് ഇക്കണോമിക് സിസ്റ്റത്തിനെ കുറച്ചും കൂടി ഫ്രീ ആക്കി മാറ്റുക. കമ്പനികൾ തുടങ്ങാനും റൺ ചെയ്യാനൊക്കെ എന്താണ്? കുറച്ചും കൂടി ഈസി ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ലിബറൽ ആക്കുക, എന്താണ്? ടൈറ്റൻഡ് ആയിട്ടുള്ള പോളിസീസ് ഒക്കെ മാറ്റുക എന്നാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രധാന മേഖലകളിൽ പല പരിഷ്കാരങ്ങളും ഗവൺമെന്റ് വരുത്തി. വ്യവസായ മേഖലകളിൽ പരിഷ്കാരം വരുത്തി, ധനകാര്യ മേഖലകളിൽ പരിഷ്കാരം വരുത്തി, നികുതികളിൽ പരിഷ്കാരം കൊണ്ടുവന്നു, വിദേശ വിനിമയത്തിൽ കൊണ്ടുവന്നു, വിദേശ വ്യാപാര മേഖലയിൽ പരിഷ്കാരം കൊണ്ടുവന്നു. അപ്പോൾ പ്രധാനമായിട്ടും വ്യത്യാസം കൊണ്ടുവന്ന മേഖലകൾ, ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഒന്ന് വ്യവസായ മേഖലയാണ്, ധനകാര്യ മേഖലയാണ്, നികുതികളിലും പരിഷ്കാരം കൊണ്ടുവന്നു, വിദേശ വിനിമയത്തിലും പരിഷ്കാരം കൊണ്ടുവന്നു, വിദേശ വ്യാപാര മേഖലകളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇത്രയും മേഖലകളിൽ പ്രധാനമായിട്ടും ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം പൊതുമേഖലയുടെ പങ്ക് കുറച്ചു കൊണ്ടുവന്ന് സ്വകാര്യ മേഖലയ്ക്ക്
സംഭാവനയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതാണ് സ്വകാര്യവൽക്കരണം. സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുന്ന പേരിൽ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും. നമുക്ക് ഓൾറെഡി കയ്യിലുണ്ടായിരുന്ന ഗവൺമെന്റ് എന്ന സിസ്റ്റം എന്ന് പറയുന്നതാണ് എല്ലാം കൂടുതലായിട്ടും ഗവൺമെന്റ് കൺട്രോളിലായിരുന്നു. ഈ ഒരു സിസ്റ്റത്തിനെ മാറ്റി കൊണ്ടുവരിക എന്നായിരുന്നു സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വകാര്യവൽക്കരണ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിക്ഷേപം പിൻവലിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന പല കമ്പനികളിലും എന്താണ് ഷെയറുകൾ വിൽക്കുക. മറ്റ് പല സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ ഷെയറുകൾ വിൽക്കുക എന്നാണ് പ്രധാനമായിട്ടും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ കമ്പനി കൊടുക്കലല്ല, കമ്പനികളുടെ ഷെയറുകൾ കൊടുക്കുക, എത്ര ശതമാനം ഷെയറുകൾ കൊടുക്കുക എന്നാണ് പ്രധാനമായിട്ടും ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ നിക്ഷേപം പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നടത്തുന്നത് എങ്ങനെയാണ്? ഓഹരി വിൽപ്പനയിലൂടെയാണ്. ഓഹരി വിൽപ്പനയിലൂടെയാണ് പ്രധാനമായിട്ടും നിക്ഷേപം പിൻവലിക്കൽ നടപ്പാക്കുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുന്നു, സ്റ്റോക്കുകൾ സെല്ല് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്, ഒരു ഗവൺമെന്റ് പബ്ലിക് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയെ സ്വകാര്യവൽക്കരിക്കണമെങ്കിൽ അതിന് ഇത്ര ഷെയറുകൾ 30-40 ഷെയറുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ഗവൺമെന്റിന്റെ അത്രയും ഷെയറുകൾ അവർക്ക് പോകുന്നു, അവർക്കും അതിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നു. അതാണ് പ്രധാനമായിട്ടും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെന്റിൻ്റെതായിട്ട് നിക്ഷേപം മൂലധനം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 4 രീതികളിലുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്താണ് മൊത്ത വിൽപ്പന എന്ന് പറയുന്നത്. ഏതെങ്കിലും പൊതുമേഖല ഒന്നാകെ വിൽക്കുന്നതിനാണ് നമ്മൾ മൊത്ത വിൽപ്പന എന്ന് പറയുന്നത്. നമ്മൾ ഹോൾ ആയിട്ട് സെല് ചെയ്ത് കളയുന്നു. ആ ഒരു സെക്ടർ അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഗവൺമെന്റിന് ഒട്ടും ലാഭം ഉണ്ടാക്കുന്നില്ല, അപ്പോൾ നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ആ ഒരു കമ്പനിന് മൊത്തത്തിൽ അങ്ങ് വിറ്റ് കളയുക. അതിനാണ് മൊത്ത വിൽപ്പന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഓഹരി വിൽപ്പന, പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം വിൽക്കുന്നു. അപ്പോൾ ഓഹരി മൂലധനം ഉണ്ട്, ഒരു സ്റ്റോക്കുകളായിട്ട് മാറ്റുന്നു. സ്റ്റോക്കിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ കമ്പനിയെ ഒരു സ്റ്റോക്കായിട്ട് മാറ്റി അതിന്റെ സ്റ്റോക്കുകൾ എണ്ണമായിട്ട് വിൽക്കുന്നു. 10 സ്റ്റോക്ക്, 20 സ്റ്റോക്ക്, അങ്ങനെ ഷെയറുകളായിട്ട് എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അതിനാണ് നമ്മൾ ഓഹരി വിൽപ്പന എന്ന് പറയുന്നത്, സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മൂലധന വിൽപ്പന അഥവാ ക്യാപിറ്റലായിട്ട് നമ്മൾ സെല് ചെയ്യുന്നു, മൂലധനം അഥവാ ക്യാപിറ്റൽ സെല് ചെയ്യുന്നു. ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത മേഖലയിൽ ഗവൺമെന്റിന്റെ മൂലധനം വിൽക്കുന്നു. അപ്പോൾ ഗവൺമെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ചില മേഖലകളിൽ ഗവൺമെന്റിന്റെ ആവശ്യം അവിടെ ഇല്ലെന്ന് തോന്നുകയാണ്, ഇനി അത് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ മൂലധനം അവിടെ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അതിനാണ് നമ്മൾ മൂലധന വിൽപ്പന എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും തന്ത്രപരമായ വിൽപ്പന, തന്ത്രപരമായിട്ടുള്ള വിൽപ്പന, സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെല്ലിംഗ്. ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പങ്കാളിക്ക് വിൽക്കുന്നു. ഓഹരി മൂലധനമുണ്ട്, അതിന്റെ ഒരു ഭാഗം മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പങ്കാളിക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും തന്ത്രപരമായിട്ടുള്ള വിൽപ്പന എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 രീതിയിലുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു. മൊത്ത വിൽപ്പന, ഓഹരി വിൽപ്പന, മൂലധന വിൽപ്പന, തന്ത്രപര വിൽപ്പന, 4 തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഒരു കമ്പനിയെ മൊത്തത്തോടെ വിറ്റ് കളയുന്നതിനാണ് നമ്മൾ മൊത്ത വിൽപ്പന എന്ന് പറഞ്ഞത്. ഓഹരി മൂലധനത്തിന്റെ ഒരു പാർട്ട് മാത്രം വിൽക്കുന്നതിന് ഓഹരി വിൽപ്പനയെന്നും, ഇനി ക്യാപിറ്റലായിട്ടും തന്ത്രപരമായിട്ടും വിൽക്കുന്നുണ്ട്. മൂലധന വിൽപ്പന എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത മേഖലകളിൽ ഗവൺമെന്റിന്റെ മൂലധനം അങ്ങനെ തന്നെ വിറ്റ് കളയുന്നതിനാണ് നമ്മൾ മൂലധന വിൽപ്പന എന്ന് പറയുന്നു. കൂടാതെ ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പങ്കാളിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് തന്ത്രപരമായിട്ടുള്ള വിൽപ്പന എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയത് എന്ന് പറയുന്നത്? സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്തുക. ഒരു ഗവൺമെന്റ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ആളുകളുടെ അതിനോടുള്ള ഒരു സമീപനം നമ്മൾ പറഞ്ഞു. അവർക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല, അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കണം എന്നൊരു മോട്ടീവോ കാര്യങ്ങളോ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ കമ്പനി നഷ്ടത്തിൽ പോവാം. അപ്പോൾ അത് മാറ്റിയെടുത്ത് ഒരു സാമ്പത്തിക കച്ചവടം, പ്രൈവറ്റ് കമ്പനിക്ക് ഒരു ഷെയർ കൊടുക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്തുക. ആധുനികവൽക്കരണം സുഗമമാക്കുക. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. മാനേജ്മെന്റ് കഴിവുകൾ ഫലപ്രദമായി ഉപയോഗിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. അപ്പോൾ പ്രധാനമായിട്ടും സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്തുക, ആധുനികവൽക്കരണം സുഗമമാക്കുക. ആധുനികവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? മോഡേണൈസേഷൻ നടത്തുക എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന പബ്ലിക് സെക്ടർ കമ്പനികൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് കമ്പനികൾ കൊണ്ടുവന്ന് അവർ പരമാവധി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടി ആധുനികവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കും. വിദേശ നിക്ഷേപങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇവിടെ വന്ന പല കമ്പനികൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാനേജ്മെന്റ് കഴിവുകൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. അപ്പോൾ ഒരു കമ്പനിക്ക് ഇത്ര പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ അവർക്ക് മാനേജറിയൽ പാർട്ട്ണർഷിപ്പ് കൂടിയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കഴിയുമ്പോൾ എന്താണ്? പ്രൈവറ്റ് കമ്പനികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. അവർ നല്ല മാനേജേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്ന് അവരുടെ മാനേജറിയൽ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ കമ്പനിയെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലാക്കാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും കമ്പനികളെ സ്വകാര്യവൽക്കരിക്കാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള റീസണുകളാണ് സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിച്ചത്. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് 50% താഴെ ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം ഓഹരികൾ വിറ്റഴിക്കുന്നത് കൊണ്ട് ഉടമസ്ഥാവകാശവും നിയന്ത്രണവും പൊതുമേഖലാ കമ്പനിക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ മനസ്സിലാക്കുക 51-49 എന്ന് പറയുന്ന റൂളാണ് ഉള്ളത്. അതായത്
51% മുതൽ മുകളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പനിയുടെ ഓണർഷിപ്പ് കിട്ടൂ. 49% വരെ ഷെയറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ നമുക്ക് അതിനകത്ത് അവരുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ഈ 51% ഉണ്ടെങ്കിൽ ആ കമ്പനി എന്തായിരിക്കും, ഈ 51% ഷെയർ ഉള്ളവൻ്റെ ആയിരിക്കും ആ കമ്പനി. 49% ഷെയർ ഉള്ളവനോ അല്ലെങ്കിൽ അത് താഴെ ഉള്ളവനോ കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റ് ഇത് കിട്ടുമെന്നല്ലാതെ ബാക്കി എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല, കമ്പനിയുടെ ഓണർഷിപ്പ് കിട്ടത്തില്ല. അപ്പോൾ നിയന്ത്രണം കംപ്ലീറ്റ്ലി ഉടമസ്ഥാവകാശമൊക്കെ എന്താണ് 51% കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത്, സെൽ ഓഫ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഓണർഷിപ്പ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിരുന്നു, ഈ പൊതുമേഖലാ സ്ഥാപനത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള പേഴ്സൻറ്റേജ് എന്ത് ചെയ്യുന്നു, ഷെയറുകൾ വഴി എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള കമ്പനികൾക്ക് വിറ്റുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രപരമായിട്ട് ഇങ്ങനെ ഒരു ഓണർഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഷെയർ സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു, അത്ര ശതമാനം മാത്രം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പൊതുമേഖലാ കമ്പനിക്ക് തന്നെ ഉടമസ്ഥാവകാശവും ബാക്കിയുള്ള നിയന്ത്രണങ്ങളും കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ എഫക്റ്റുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും, ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് മനസ്സിലാക്കുക. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിപ്പാം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിപ്പാം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിൽപ്പനയും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് അഥവാ ഡിപ്പാം എന്നാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇത്തരത്തിലൊരു പോളിസി ചേഞ്ച് വന്ന സമയത്ത് ഈ സെൽ ഓഫ് ചെയ്യുന്നു, നമ്മുടെ ഷെയറുകൾ സെൽ ഓഫ് ചെയ്യുന്നു എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇതിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനം നിലവിൽ പറയപ്പെടുന്നത് ഡിപ്പാം എന്നാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് അഥവാ ഡിപ്പാം എന്നാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം അറിയപ്പെടുന്നത്. അടുത്തതാണ് ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആഗോളവൽക്കരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് മാറുക. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, ബാക്കി രണ്ട് പ്രോസസ്സുകളുടെയും എഫക്റ്റിൻ്റെ റിസൾട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കലാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇറക്കുമതി തീരുവകൾ ഗണ്യമായി കുറയ്ക്കുകയും വിദേശ നിക്ഷേപങ്ങളെ പ്രധാനമായിട്ടും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ആഗോളവൽക്കരണം സാധ്യമാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു കമ്പനി, നമ്മുടെ രാജ്യത്ത് ഒരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കമ്പനികളുണ്ട്, ഇവർക്കൊക്കെ പുറത്ത് പോയി ട്രേഡ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. പുറത്തുള്ള കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു മാർക്കറ്റിന് ഒരു ബൗണ്ടറി ഉണ്ടാവുന്നില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നു, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യുന്നു, നമുക്ക് എല്ലായിടത്തും പോയി ബിസിനസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ മറ്റ് കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യുന്നു. ആ ഒരു കമ്പനികൾ തമ്മിലുള്ള രാജ്യം എന്ന് പറയുന്ന ആ ഒരു അതിർത്തി മറികടക്കുന്നു. അപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. വലിയ വില വ്യത്യാസം ഇല്ലാതെ കൊണ്ടുവരാം. ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്റ്റ് നമുക്ക് വലിയ തുകയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് വിൽക്കാനും സാധിക്കുന്നു. ഇത്തരത്തിലൊരു ആഗോളവൽക്കരണം നടപ്പിലാക്കുക എന്ന് പറയുന്നതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. വ്യാപാരം, മൂലധന നിക്ഷേപം, സാങ്കേതിക വിദ്യയുടെയും മനുഷ്യവിഭവങ്ങളുടെയും കൈമാറ്റം തുടങ്ങിയവയെ കൂടുതൽ ആഗോളീകരിക്കുക എന്നാണ് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണമാണ് ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്രോസ് ദ ബൗണ്ടറീസ് നമുക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും ട്രേഡ് ചെയ്യാം. മൂലധന നിക്ഷേപം നമുക്ക് വേറൊരു സ്ഥലത്ത്, വേറൊരു രാജ്യത്ത്, വേറൊരു മേഖലയിൽ കൊണ്ടുപോയി നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാം. സാങ്കേതിക വിദ്യയുടെയും മനുഷ്യവിഭവങ്ങളുടെയും കൈമാറ്റം, പ്രധാനമായിട്ടും ആളുകളും ജോലി അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് നമുക്കറിയാം, അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും. ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ, ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടാക്കിയ ടെക്നോളജി നമുക്ക് അവരുടെ ട്രേഡ് പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെ ആഗോളവൽക്കരണത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു, ആഗോളവൽക്കരണത്തിൻ്റെ ഗുണങ്ങളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ ആഗോളീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളാണ്. ട്രേഡ് നടത്തുന്നു, കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു, ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ നടക്കുന്നു. ഇതെല്ലാം ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും സാമ്പത്തിക നയങ്ങളാണ്. ഈ നയങ്ങളുടെ അനന്തരഫലമാണ് ആഗോളവൽക്കരണം. പ്രധാനമായിട്ടുള്ളൊരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞ LPG റിഫോംസിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക നയങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ന റൂൾസ് നടപ്പിലാക്കുന്നു, ആക്ടുകൾ നടപ്പിലാക്കുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ലിബറലൈസേഷൻ, ഒരു ഇക്കണോമിക് സിസ്റ്റത്തിനെ മൊത്തം ലിബറലൈസ് ചെയ്യുന്നു. കൂടാതെ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നു. അതായത് കൂടുതൽ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന മേഖലകളെ പലതും പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുത്ത് ലാഭത്തിലേക്ക് എത്തിക്കുക എന്നായിരുന്നു. ഈ രണ്ട് പോളിസികളാണ്. ഈ രണ്ട് പോളിസികളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് പ്രധാനമായിട്ടും ആഗോളവൽക്കരണം നടക്കുന്നത്. അപ്പോൾ ലിബറലൈസ് ചെയ്ത് കൊടുക്കുന്ന വഴി ഇന്ത്യക്ക് എന്താണ്, കൂടുതലായിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു കോമ്പറ്റീവ്നെസ് ഇവിടെ എടുക്കാൻ പറ്റുന്നു. ഇവർ മറ്റുള്ളവരുമായിട്ട് ട്രേഡ് ചെയ്യുന്നു, വലിയ കമ്പനീസായിട്ട് വലിയ പ്രോഫിറ്റബിൾ ആയിട്ട് മാറുന്നു, അവരുടെ എഫക്റ്റീവ്നെസ് കൂടുന്നു, കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്നു, അത്തരത്തിലുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കച്ചവട കൈമാറ്റങ്ങളൊക്കെ പ്രധാനമായിട്ടും നടക്കുന്നു. അപ്പോൾ മറ്റു കമ്പനികൾക്ക് ഇവിടെ വന്നിട്ട് അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇവിടെ വന്ന്
മറ്റ് രാജ്യങ്ങളിൽ പോയി നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മൊത്തത്തിലുള്ള ചേഞ്ച് നമുക്ക് എന്തിലേക്ക് നയിക്കുന്നു? ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, ഈ SCERT വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ്സ് അങ്ങനെ തന്നെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പ്രധാനമായിട്ടുള്ളൊരു മാറ്റമാണ് കമ്പോളവൽക്കരണം അഥവാ മാർക്കറ്റൈസേഷൻ. നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കമ്പോളവൽക്കരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തിനിടയാക്കിയ ആശയം എന്ന് പറയുന്നത് ഉദാരവൽക്കരണമാണ്. നിയോ ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് എന്തിലേക്ക് നയിക്കുന്നത്? കമ്പോളവൽക്കരണത്തിലേക്ക് നയിക്കുന്നത്. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം എന്ന് പറഞ്ഞതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും കമ്പോളത്തിലുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിലുണ്ട്. മാർക്കറ്റിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു പർച്ചേസിങ് കൾച്ചർ വളരെയധികം കൂട്ടുക. നമ്മൾ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? വാങ്ങാൻ പോകുന്നു. നമുക്ക് കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക എന്ന് മാത്രമല്ല, മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ മൊത്തം നമുക്ക് വാങ്ങാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. കൂടാതെ നമുക്ക് കിട്ടേണ്ട സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ മാത്രമേ കിട്ടൂ, നമുക്ക് വാങ്ങിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ കമ്പോളവൽക്കരണം അഥവാ മാർക്കറ്റൈസേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പോളവൽക്കരണത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം മാത്രമാണ്, അഥവാ പ്രോഫിറ്റ് മാത്രമാണ്. മനസ്സിലാക്കുക. അപ്പോൾ കമ്പോളവൽക്കരണം എന്ന് പറയുന്നത് എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണെന്നും കമ്പോളത്തിൽ മാത്രമേ ലഭ്യമാകൂ എന്ന പ്രവണത സൃഷ്ടിക്കുകയാണ് പ്രധാനമായിട്ടും കമ്പോളവൽക്കരണം ചെയ്യുന്നത്. ഇതൊരു നിയോ ലിബറലൈസേഷന്റെ ഭാഗമാണ്. കമ്പോളവൽക്കരണത്തിന്റെ പരമമായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ലാഭം മാത്രമായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമർത്യ സെൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഒരു നയമല്ല, അതൊരു പ്രതിഭാസമാണ്. അതൊരു നയമല്ല. ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ നയങ്ങളാണെങ്കിൽ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു പ്രതിഭാസമാണ്. എന്താണ് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനേക്കാളും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന റിസൾട്ടാണ് എന്തെന്ന് പറയുന്നത്? ആഗോളവൽക്കരണം. അതൊരു നയമല്ല, അതൊരു പ്രതിഭാസമാണെന്ന് പറഞ്ഞത് അമർത്യ സെൻ, ഇന്ത്യയുടെ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള അമർത്യ സെൻ ആണ്. ഇനി ചില സംഘടനകളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ലോക വ്യാപാര സംഘടനയാണ്, WTO. അംഗരാജ്യങ്ങൾക്കിടയിൽ ആഗോള വ്യാപാരത്തിന്റെ നിയമങ്ങൾ നിശ്ചയിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നാണ് പ്രധാനമായിട്ടും WTOയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ WTO പ്രധാനമായിട്ടും എന്തിനാണ് നിലവിൽ വന്നത്? ഇത്തരത്തിലുള്ള ട്രേഡ് പ്രോത്സാഹിപ്പിക്കുക, രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡ് പ്രോത്സാഹിപ്പിക്കുക. അതായത് ആഗോളവൽക്കരണം നടന്നാൽ മാത്രമാണ് എല്ലാ രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ട്രേഡ് ഉണ്ടാവും. അപ്പോൾ ട്രേഡ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യാനും ആവശ്യമുള്ള റിസോഴ്സസ് എല്ലായിടത്തേക്കും എത്തിക്കാനും കഴിയും. ഈ ഒരു മോട്ടീവ് മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ജനീവയാണ് ഇതിൻ്റെ ആസ്ഥാനം. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. സ്ഥാപിതമായത് 1995 ജനുവരി 1-നാണ്. 1995 ജനുവരി 1-നാണ്. ഇന്ത്യ സ്ഥാപക അംഗമാണ്, മറന്നുപോകരുത്, സ്ഥാപക അംഗമാണ്. 1995 ജനുവരി 1-ന് WTO സ്ഥാപിതമാകുമ്പോൾ ഇന്ത്യ അതിൻ്റെ സ്ഥാപക അംഗമായിരുന്നു. ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇന്ത്യ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുക, ആഗോള വ്യാപാരത്തിന് നിയമങ്ങൾ നിശ്ചയിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അവരുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രികൾക്കിടയിലാണ് WTO ഇനി പറഞ്ഞ നിയമങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കുക. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത് 1948 ജനുവരി 1-ൽ വന്ന ഗാട്ട് കരാറായിരിക്കും. ചിലപ്പോൾ നമ്മൾ സിനിമകളെ കണ്ടിട്ടുണ്ടാവും. മനസ്സിനക്കരെ സിനിമയ്ക്കകത്തൊക്കെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഗാട്ട് കരാർ എന്തായി, ഗാട്ട് കരാർ എത്തി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം എന്താണ്? ഈ ഗ്ലോബൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വന്ന ഒരു കരാറായിരുന്നു ഗാട്ട് കരാർ എന്ന് പറയുന്നത്. GATT എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്, GATT, ഗാട്ട് കരാർ. അപ്പോൾ ഗാട്ട് കരാർ വന്നത് 1948 ജനുവരി 1-നായിരുന്നു. ഈ ഗാട്ട് കരാറായിരുന്നു എന്തിൻ്റെ മുൻഗാമി? WTOയുടെ മുൻഗാമി എന്ന് പറയുന്നത്. താരിഫുകളും മറ്റ് വ്യാപാര തടസ്സങ്ങളും കുറച്ച് ന്യായമായ മത്സരം പ്രോത്സാഹിപ്പിച്ച് വ്യാപാര ചർച്ചകൾക്കും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള വേദി ഒരുക്കുന്നത് WTO ആണ്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഇതുപോലെ പല ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും, ട്രൈലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും, മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇത് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൈലാറ്ററൽ ട്രേഡ് ഉണ്ടാവും. അതൊരു ഫ്രീ ട്രേഡ് ആവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആവാം. ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അത് ആ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കവാക്കേണ്ട കാര്യമാണ്. ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഡംപിങ്, ഇപ്പോൾ ചൈന അവരുടെ പ്രോഡക്ട്സ് ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് അത് പല രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കി വെച്ചിട്ട് അതെല്ലാം ചെറിയ കോസ്റ്റിന് എന്ത് ചെയ്യുന്നു? കുറച്ച് ഡംപ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഡംപിങ് ടാക്സ്, ആൻറ്റി ഡംപിങ് പോളിസി നടപ്പിലാക്കാറുണ്ട് ഇന്ത്യ പോലെ രാജ്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന തർക്കങ്ങളും കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വേദി എന്ന് പറയുന്നത് WTO ആണ്. അപ്പോൾ ന്യായമായ മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. കമ്പനീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ബെറ്റർ പ്രോഡക്ട്സും വില കുറവിലും നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് പ്രൊമോട്ട് ചെയ്യുക. കൂടാതെ വ്യാപാര ചർച്ചകൾക്കും അതിലുണ്ടാകുന്ന തർക്കങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നതും WTOയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ധർമ്മമാണെന്ന് മനസ്സിലാക്കുക. അടുത്തതെന്ന് പറയുന്നത് പ്രധാനമായ ഒരു കാര്യമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണ്യനിധി അഥവാ നാണയനിധി, വേൾഡ് ബാങ്ക് ആൻഡ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്.
നമുക്ക് നോക്കാം. ഈ വേൾഡ് ബാങ്ക് എന്ന് നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. വേൾഡ് ബാങ്ക് IMF ഒരുമിച്ച് അറിയപ്പെടുന്നത് ബ്രെട്ടൺ വുഡ് ട്വിൻസ് എന്നാണ്. കാരണം എന്താണ്? അവർ രണ്ടുപേരും 1944 ബ്രെട്ടൺ വുഡ് സമ്മേളനത്തിൽ, അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ് ബ്രെട്ടൺ വുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രെട്ടൺ വുഡ്സ് തീരുമാനപ്രകാരമാണ് പ്രധാനമായിട്ട് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരുമിച്ച് വന്നതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് ബ്രെട്ടൺ വുഡ് ട്വിൻസ് എന്ന് പറയുന്നത്. 1944 ഈ ഒരു സംഘടനകൾ രണ്ടും നിലവിൽ വരുന്നത്. ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. അമേരിക്കയിൽ വെച്ചിട്ട് തന്നെ, അമേരിക്കയിലെ ബ്രെട്ടൺ വുഡ്സിൽ വെച്ച് തീരുമാനമെടുക്കുന്നു. ബ്രെട്ടൺ വുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ആസ്ഥാനം അമേരിക്കയിൽ തന്നെയായിരിക്കും. അവിടെ വാഷിംഗ്ടൺ DC ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ലോകബാങ്കാണ്. ഈ ലോകബാങ്കിന് മൊത്തം 5 ശാഖകളുണ്ട്. 5 ബാങ്കുകൾ ചേർന്നറിയപ്പെടുന്നത് തന്നെയാണ് ലോകബാങ്ക്. അതിൽ കൂടുതലായിട്ടും അറിയപ്പെടുന്നതും കൂടുതൽ ഫംഗ്ഷൻസ് നിർവഹിക്കുന്നതും IBRD ആണ്. IBRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ശാഖയാണ് IBRD എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി ഓർഗനൈസേഷൻസിനെ പറ്റി പറഞ്ഞു, WTO പറ്റി പറഞ്ഞു, വേൾഡ് ബാങ്കിനെ പറ്റി, IMF പറ്റി ബേസിക് ആയിട്ട് പറഞ്ഞു. ഇത് വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും വലിയൊരു കണ്ടന്റ് ഇതിന്റെ ഫംഗ്ഷൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇതിൽ നമ്മൾ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആയതുകൊണ്ട് നമ്മളത് ഒന്ന് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ SCRT കണ്ടന്റ് ഉള്ളത്രയും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? 2 രീതിയിൽ നമുക്ക് പറയാം. അനുകൂലവും പ്രതികൂലവും ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഈ അനുകൂല വശങ്ങൾ എന്തൊക്കെയായിരുന്നു, പ്രതികൂല വശങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ഇത്തരത്തിലൊരു പരിഷ്കാരം നടത്തിയതുകൊണ്ടുള്ളാവുന്ന അനുകൂല വശം എന്ന് പറയുന്നത് GDP വളർച്ചയിൽ വർധനവുണ്ടായി. ഒബ്വിയസ്ലി നമ്മുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കുമ്പോൾ പ്രൊഡക്ഷൻ കൂടുകയും എക്സ്പോർട്ട് കൂടുകയൊക്കെ ചെയ്യും. അത്തരത്തിലുണ്ടാകുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ GDP വളർച്ച ഉണ്ടാവും. ഇത്തരത്തിലൊരു ഓപ്ഷൻ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ GDP വളർച്ചയിൽ എന്തായിരിക്കും? എപ്പോഴും വർധന ഉണ്ടാവും. അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പ്രത്യക്ഷ വിദേശ നിക്ഷേപം, ഡയറക്റ്റ് ആയിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടി. വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപം വർദ്ധിച്ചു. പുറത്തുനിന്ന് വരുന്ന വിദേശ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ടും കൂടി എന്ന് പറയുന്ന ഒരു മാറ്റമാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വർധനമുണ്ടായി. നമ്മുടെ ലക്ഷ്യം തന്നെ അതായിരുന്നു, വിദേശ നാണ്യത്തിന്റെ കരുതൽ ശേഖരം കൂട്ടുക. ഇപ്പോൾ കച്ചവടം ചെയ്യണമെങ്കിൽ ഡോളർ വേണം, ഈ ഡോളർ കൂടുതലായിട്ടും കൂട്ടുക എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ പറ്റി. ആഗോളവൽക്കരണ മേഖലയിലേക്ക് പ്രവേശിച്ച് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വിപണി കേന്ദ്രീകൃതമാക്കി. അപ്പോൾ നമ്മൾ ഗ്ലോബലൈസേഷൻ ഫോളോ അപ്പ് ചെയ്തു. LPG ആണല്ലോ ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണ മേഖലയിലേക്ക് പ്രവേശിച്ചതോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വിപണി കേന്ദ്രീകൃതമാക്കി മാറ്റി. ഗവൺമെന്റ് കൺട്രോളിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് മാറ്റിയിട്ട് ഗ്ലോബൽ ഇക്കോണമിയിലേക്ക് ഇന്ത്യൻ ഇക്കോണമിയെ തുറന്നു കൊടുത്തു, കൂടുതൽ കോമ്പറ്റേറ്റീവ് ആക്കി മാറ്റുന്നു. അപ്പോൾ അതൊരു മത്സരക്ഷമത ഉണ്ടാവുകയും കമ്പനികൾ വളർന്നു വരാനുള്ള സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ഒരു വിപണി കേന്ദ്രീകൃത സിസ്റ്റമായിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ആലോചിക്കാം. പ്രതികൂലമായിട്ടുള്ള വശങ്ങളായിരുന്നു പ്രധാനമായിട്ടും സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഗവൺമെന്റ് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഓപ്പണിങ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും സ്വത്ത് തുറന്നു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് തുറന്നു കൊടുക്കുമ്പോൾ സ്വത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഫ്രണ്ടിൽ നടക്കുന്ന ആളുകൾ മാത്രമായിരിക്കും. താഴേക്കിടയിൽ കിടക്കുന്ന സാധാരണക്കാരായ ആളുകളും മിഡിൽ ലെവലിൽ കിടക്കുന്ന ആളുകളെയും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്, ഗുണം കിട്ടുന്നില്ല. അപ്പോൾ ഫാമേഴ്സ് ആയിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ മുതൽ ഇന്ത്യക്ക് ഇപ്പോഴത്തെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരെല്ലാം ഫാമേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഇതിന്റെ പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പ്രധാനമായും വലിയ കമ്പനികൾ മാത്രം നേട്ടം കൊയ്ത് ഒരു സ്വത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ താഴേക്കിടയിലുള്ള മഹാഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു. അതായത് നമ്മൾ ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് സ്റ്റാഗ്ഫ്ലേഷൻ. കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. സ്റ്റാഗ്ഫ്ലേഷൻ അതായത് ഇക്കണോമി വളരുന്നു, GDP വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, എന്നാൽ തൊഴിലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നേരെ താഴത്തോട്ടായിരിക്കും. തൊഴിലുണ്ടാവുന്നില്ല, പക്ഷെ GDP വളരുന്നുണ്ട്. അപ്പോൾ ഒരു സെക്ഷൻ ഓഫ് ദി ഇക്കണോമി മാത്രമേ വളരുന്നുള്ളൂ, അവർ മാത്രമേ വളരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇക്കണോമി GDP വളരുന്നു എന്ന് പറയുമ്പോൾ 100 കോടി ആളുകളുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 1 ലക്ഷം ആളുകളായിരിക്കും എന്താ ഇക്കണോമിക്കലി ബെറ്റർ ആവുന്നത്. അവർ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് GDP വളർന്നു എന്നാണ്. കാരണം നമ്മളൊരു ഹോളായിട്ട് നോക്കുന്നുള്ളൂ. പെർ ക്യാപിറ്റൽ ഇൻകം കൂടിയോ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹോൾ ഇക്കണോമി കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെർ ക്യാപിറ്റലിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകളിലേക്ക് എത്തുന്നുണ്ടോ, താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദ്യമുണ്ട്. അത് എത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡെവലപ്മെന്റ് നടക്കില്ല. ഗ്രോത്ത് നടക്കും, ഡെവലപ്മെന്റ് നടക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, തൊഴിൽ രഹിത വളർച്ച ഉണ്ടാകുന്നുണ്ട്, തൊഴിലുണ്ടാവുന്നില്ല, അൺഎംപ്ലോയ്മെന്റ് കൂടി വരികയാണ്. അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി. അങ്ങനെയാണ് തൊഴിൽ രഹിത വളർച്ച സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള പ്രതികൂല അനുകൂല വശങ്ങളും ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GDP വളർന്നു,
വിദേശ നിക്ഷേപം കൂടി, പുറത്തുനിന്നുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടി, വിദേശ നാണ്യ ശേഖരം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരുപാട് കൂടുതലാക്കാൻ പറ്റി, നമ്മുടെ ട്രേഡ് കുറച്ചുകൂടെ ബെറ്ററായി, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചതുകൊണ്ട് ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് കൂടുതലായിട്ടും അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. സമൂഹത്തിന് താഴേക്കിടയിലുള്ള ആളുകൾ അങ്ങനെ തന്നെ തുടരുന്നു. പിന്നെ ഔട്ട്സോഴ്സിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വരുന്നു. ഇപ്പോൾ BPOs ഒക്കെ നിങ്ങൾ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ടുള്ള ആളുകൾക്ക് അറിയാം, BPOs ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ സദർലൻഡ് പോലുള്ള കമ്പനികളൊക്കെ, ഹിന്ദുജ ഗ്രൂപ്പ് പോലുള്ള കമ്പനികളൊക്കെ ഒരുപാട് ഔട്ട്സോഴ്സിംഗ് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ പല കാര്യങ്ങളും കമ്പനികൾ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റ് കമ്പനികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന ലെവലിലാണ് വരുന്നത്. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യയിൽ ഓവറോൾ തൊഴിൽ രഹിത വളർച്ച എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം വളർച്ച ഉണ്ടാവുന്നുണ്ടെങ്കിലും അവിടെ സ്റ്റാഗ്ഫ്ലേഷൻ സംഭവിക്കുകയാണ്. കാരണം ഇക്കണോമി വളരുന്നു, തൊഴിലുണ്ടാവുന്നില്ല എന്ന സിറ്റുവേഷൻ ആയിരുന്നു. കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് പെനിട്രേറ്റ് ചെയ്യാണ് ഈ ഒരു കാര്യം നടന്നതിന് ശേഷവും ചെയ്തതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ നമ്മുടെ SCRT അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, നവസാമ്പത്തിക മാറ്റങ്ങളിലേക്ക് എത്തിച്ച റീസൺസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞു, അന്ന് എടുത്ത ചില നടപടികൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞു, ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരുന്നു പറഞ്ഞു, ഗുണങ്ങളും പോസിറ്റീവായിട്ടുള്ള വശങ്ങളും പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും ഒരു കാര്യം ആലോചിക്കുക, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. WTO പോലുള്ള ഓർഗനൈസേഷൻസിൻ്റെ പേര് പഠിക്കുക, അവരുടെ സാധ്യതകൾ പഠിക്കുക, അവരെന്തൊക്കെ ഇതിനകത്ത് ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെന്ന് പഠിക്കുക, ഇതിനകത്ത് നടപ്പിലാക്കിയ പോളിസികൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക, LPG 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, നെഗറ്റീവ് സൈഡ് എന്താണെന്നുള്ള കാര്യം പഠിക്കുക. ഓവറോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഉള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഒന്ന് ബ്രോഡായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇപ്പോൾ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 12th ക്ലാസ്സിലെ 11th ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ SCRT കുറച്ചും കൂടി എലാബറേറ്റഡ് ആണ്, കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും നവസാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്കുകൾ റീഡ് ചെയ്യാൻ തന്നെ നോക്കുക, കണ്ടന്റ് പഠിക്കുന്നതിൻ്റെ ഒപ്പം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. താങ്ക് യു.